എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാല സംബന്ധിച്ച് തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഇപ്പോൾ ആരോപണങ്ങളിൽ നിന്ന് പിൻവലിയേണ്ടി വരികയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്കെല്ലാം സംവാദത്തിലൂടെ കൃത്യമായ മറുപടി നൽകാമെന്ന മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞെങ്കിലും വി.ഡി. സതീശൻ ഒഴിഞ്ഞുമാറി. ലോട്ടറി വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ സംവാദത്തിൽ നേരിട്ട വി.ഡി. സതീശനൊക്കെ പഴയ ഓർമ്മ മാത്രം. LDF സർക്കാരിനെതിരെയും മന്ത്രി എം.ബി. രാജേഷിനെതിരെയും സ്പിരിറ്റ് ശാല വിഷയത്തിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷേ തെളിവിന്റെ നേരിയ കണിക പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി LDF സർക്കാർ വഴിവിട്ട് നീക്കങ്ങൾ നടത്തിയെന്നായിരുന്നു വി.ഡി. സതീശന്റെ ആദ്യ ആരോപണം. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള നടപടികളാണ് ഉണ്ടായതെന്ന് എം.ബി. രാജേഷ് തെളിവുകൾ സഹിതം വ്യക്തമാക്കി. ഒയാസിസിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലുണ്ടായ നടപടിക്രമങ്ങൾ അക്കമിട്ട് രാജേഷ് നിരത്തി. തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയുമായി തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ അന്ന് സ്പീക്കറായിരുന്ന എം.ബി. രാജേഷ് പങ്കെടുത്തു എന്നായിരുന്നു പിന്നത്തെ ആരോപണം. മലയാള മനോരമ പത്രം സതീശൻ്റെ ആരോപണം ഏറ്റെടുത്തു. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് എം.ബി. രാജേഷ് ദൃശ്യങ്ങൾ സഹിതം കൃത്യമായ മറുപടി നൽകി. മലയാള മനോരമ ഖേദം പ്രകടിപ്പിച്ചു, വാർത്ത പിൻവലിച്ചു. പിന്നീട് ജലക്ഷാമം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ. ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് വേണ്ടി എടുക്കില്ല എന്ന് കൃത്യമായി തന്നെ എം.ബി. രാജേഷ് പറഞ്ഞു. മഴവെള്ള സംഭരണത്തിലൂടെ കമ്പനിക്ക് വേണ്ടുന്ന ജലം കണ്ടെത്തുമെന്ന് എം.ബി. രാജേഷ് പറഞ്ഞു. പാലക്കാട് അഹല്യയിലെ ജലസംഭരണി കാണാൻ പ്രതിപക്ഷ നേതാവിനെ എം.ബി. രാജേഷ് ക്ഷണിച്ചു. അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറി. സർക്കാരിനെയും തന്നെയും സംശയത്തിൻ്റെ നിഴലിലാക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കങ്ങളെ പൂർണ്ണമായും എം.ബി. രാജേഷ് പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങളിലെ പൊള്ളത്തരം പൊതുജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനും എം.ബി. രാജേഷിന് കഴിഞ്ഞു. ഒടുവിൽ പരസ്യ സംവാദത്തിന് തയ്യാറല്ലെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് എം.ബി. രാജേഷിൻ്റെ വാദങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് നൽകി. സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ സർക്കാർ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവ് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് സംവാദത്തിൽ നിന്ന് പിന്മാറിയത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.